ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM-ന്റെ മുൻ MLA-യുമായ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A. പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്ന നിർണായകമായ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ മുരാരി ബാബുവിനെ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൃത്യമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. 2 ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. വാസുവും പത്മകുമാറും അടുത്തതാര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സ്വാഭാവികമായും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ, CPM-ന്റെ മാനസപുത്രന്മാർ അറസ്റ്റിലാകുമ്പോൾ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത CPM-ന്റെ മന്ത്രിമാർ VN വാസവനും K. രാധാകൃഷ്ണനും അടക്കമുള്ളവർക്ക് മറുപടി പറയേണ്ട ബാധ്യത ഉണ്ടായിരിക്കുന്നു. ശബരിമല അയ്യപ്പന് ഭക്തർ കാണിക്കയായി നൽകിയ സ്വർണം മോഷ്ടിച്ച് സ്വന്തം കീശയിലേക്ക് പണം തട്ടിയ പോറ്റിയെ, ആ പോറ്റിക്ക് സംരക്ഷണ കവചമൊരുക്കിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ വാസുവും പത്മകുമാറും അഴിക്കുള്ളിലായിരിക്കുന്നു. മുരാരി ബാബുവിനെ പോലെയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർമാർ അഴിക്കുള്ളിലായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിലുള്ള ചേതോ വികാരമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊള്ള ചെയ്യാൻ ആരെല്ലാം സഹായം നൽകിയിട്ടുണ്ട് എന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നൊന്നായി ലഭിച്ചിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി അന്വേഷണ സംഘം ബലവിരിച്ചത് ആർക്കു വേണ്ടിയാണ്? വാസുവിൽ നിന്നും പത്മകുമാറിന് ലഭിക്കുന്ന നിർണായകമായ മൊഴി തന്നെയാണ് ഇനി മുന്നോട്ട് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദേവസ്വം മന്ത്രിമാരിലേക്ക് അന്വേഷണം നീളുമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പദമൊഴിഞ്ഞ PS പ്രശാന്ത് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് എത്തുമോ എന്നതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. നിർണായകമായ അറസ്റ്റ് പത്മകുമാറിന്റെ അറസ്റ്റ് തന്നെയാണ് ഈ കേസിനകത്ത് ഏറ്റവും നിർണായകമായിരിക്കുന്നത്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി മറുപടി പറയാൻ CPM തയ്യാറാകണം. CPM-ന്റെ മുതിർന്ന നേതാവ്, മുൻ MLA, പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ അന്വേഷണം CPM-ലേക്ക് നീണ്ടിരിക്കുന്നു. ഇതിന് മറുപടി പറയാൻ CPM നേതൃത്വം തയ്യാറാകണം.